ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗോതിക് ആർക്കിടെക്ചർ ഇൻ ഫ്രാൻസിൽ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളായ നോട്രേഡാം കത്തീഡ്രൽ ഇൻ പാരീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗോതിക് ആർക്കിടെക്ചർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഗോതിക് ആർക്കിടെക്ചർ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഒരു ടാബുലാർ കോളം വഴിയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഗോതിക്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്രഞ്ചിലുള്ളത് പഠിച്ചു, ഇംഗ്ലീഷ് ഗോതിക്കാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫ്രഞ്ച് ഗോതിക്കിൽ ഗീവ് എംഫസിസ് ഓൺ വേർട്ടിക്കാലിറ്റി. അപ്പോൾ ഇവിടെ വേർട്ടിക്കാലിറ്റിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചറിന്, ആ ഒരു മൊത്തത്തിലുള്ള ബിൽഡിങ്ങിന് ഹൊറിസോണ്ടാലിറ്റിക്കായിരിക്കും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും, വൈഡ് ആയിരിക്കും, ഹൈ പ്ലാൻസും ആയിരിക്കും. വേറാസ് ഇംഗ്ലീഷ് ഗോതിക്കിൽ വരുമ്പോൾ ലോങ് ആയിരിക്കും, നാരോ ആൻഡ് ലോ ആയിട്ട് ഉള്ള പ്ലാൻസ് ആയിരിക്കും പ്ലാനിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിൻ്റെ 4 ടൈംസ് ആണെങ്കിൽ, മറ്റേ ഇംഗ്ലീഷ് ഗോതിക്കിൽ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിൻ്റെ 6 ടൈംസ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ട്രാൻസെപ്റ്റിൻ്റെ പ്രത്യേകത സ്ലൈറ്റ്ലി ഓർ നോട്ട് പ്രൊജക്റ്റഡ് ഔട്ട്സൈഡ് ദി എ. ഒന്നെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലൈറ്റായിട്ട് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസെപ്റ്റ് എയിലിനോട് ചേർന്ന് കാണും. ഇംഗ്ലീഷ് ഗോതിക്കിൽ ട്രാൻസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡ്ലി പ്രൊജക്റ്റഡ് ഔട്ട് ഓഫ് ദി എയിലിൻ്റെ അടുത്ത് എന്തായാലും ഒരു പ്രൊജക്റ്റ് ചെയ്ത ട്രാൻസെപ്റ്റ് ഇംഗ്ലീഷ് ഗോതിക്കിൽ മസ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. ഇനി എയിലിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പ്ലാൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എയിൽ എന്ന് പറയുന്നത് സംടൈംസ് ഡബിൾ എയിൽസ് വരെയും ഫ്രഞ്ച് ഗോതികൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് ഗോതികൾ വരുമ്പം ഓൾവേസ് സിംഗിൾ എയിൽ എപ്പോഴും സിംഗിളായിട്ട് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ അതിന് 2 വെസ്റ്റേൺ ടവേഴ്സ് കോമൺ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെസ്റ്റേൺ ടവർ എന്ന് പറയുന്നത് വെരി ടോൾ ആയിരിക്കും, സിംഗിൾ ടവേഴ്സ് ആയിരിക്കും. ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ സിംഗിൾ ടവർ ആയിരിക്കും, നോട്ട് വെരി ടോൾ ആയിരുന്നു. ഇനി ബട്രസസിൻ്റെ കാര്യം പറയുന്നത് സെമി സർക്കുലർ പ്രൊജക്ഷൻസ് ഉള്ള ബട്രസസ് ആയിരിക്കും. ഇവിടെ ഹൈലി ഓർണമെൻ്റ് ആയിട്ടുള്ള നിഷസും പാനലിങ്സും കൊടുത്തിട്ടുള്ള ബട്രസസ് ആയിരിക്കും ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗോതിക്കിൽ കാണാൻ പറ്റാറുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഹൈറ്റിനായിരിക്കും ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക ഫ്രഞ്ചിൽ. ഇംഗ്ലീഷ് ഗോതിക്കിൽ വരുമ്പം ഇൻറ്റീരിയേഴ്സൊക്കെ ഹൈലി ഡെക്കറേറ്റീവ് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും കാണാറുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഫ്രഞ്ച് ഗോതിക്കിൽ നമ്മൾ റോസ് വിൻഡോസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. റോസ് വിൻഡോ അല്ലെങ്കിൽ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയും. അപ്പം ഫ്രഞ്ച് വിൻഡോയിൽ അല്ലെങ്കിൽ റോസ് വിൻഡോയിൽ ട്രസറി എന്ന് പറയുന്ന ഒരു സ്റ്റോൺ വർക്ക് എലമെൻറ്റ് കാണാൻ പറ്റുമായിരുന്നു. അത് ഫ്രഞ്ചിൽ കാണാം. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കേസിൽ അങ്ങനെ കാണാൻ പറ്റില്ല. വിത്തൗട്ട് ട്രസറി ആയിരിക്കും നമുക്ക് അതിൻ്റെ വിൻഡോസൊക്കെ കാണാൻ പറ്റും. ഇവിടെ ലാൻഡ്സെറ്റ് സ്റ്റൈലിൽ നിന്നായിരിക്കും വിൻഡോസിലെല്ലാം കാണാൻ പറ്റുന്നത്. ഇവിടെ റോസ് വിൻഡോസ് മിക്കപ്പോഴും ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ വേറെ എന്ന് പറയുന്നത് സർക്കുലർ വിൻഡോ കോമൺ ആയിരിക്കും. അതായത് റോസ് വിൻഡോസ് ഇവിടെ കോമൺ ആയിരിക്കും. സർക്കുലർ വിൻഡോസ് ആർ നോട്ട് വെരി കോമൺ എക്സെപ്ഷൻ വെസ്റ്റ്മിനിസ്റ്റർ അബേ. അപ്പം ഇംഗ്ലീഷ് ഗോതിക്കിൻ്റെ കേസിൽ റോസ് വിൻഡോസ് ലൈക്ക് സർക്കുലർ വിൻഡോസ് ഒക്കെ കുറവായിരിക്കും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വെസ്റ്റ്മിനിസ്റ്റർ അബേ എന്ന് പറയുന്ന ചർച്ച് ഉണ്ട്. അത് ഇംഗ്ലീഷ് ഗോതിക്കിൻ്റെ കാറ്റഗറി വരുന്ന ചർച്ചാണ്. അതിന് റോസ് വിൻഡോ അല്ലെങ്കിൽ സർക്കുലർ വിൻഡോസ് കാണാറില്ല. ഇനി അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കോളംസ് എങ്ങനെയാണെന്ന്. കോളംസ് ഫ്രഞ്ച് ഗോതിക്കിൻ്റെ കേസിൽ പ്ലെയിൻ സർക്കുലർ നേവ് കോളംസ് ആയിട്ടായിരിക്കും, പ്ലെയിൻ കോളംസ് ആയിരിക്കും. വേറാസ് ഇംഗ്ലീഷ് ഗോതിക്കിൻ്റെ കേസിൽ ക്ലസ്റ്റേർഡ് ആൻഡ് ഷാഫ്റ്റ് കോളംസ് ആണ് യൂഷ്വലി കാണാറുള്ളത്. അതുപോലെ തന്നെ ഓർണമെൻറ്റേഷൻസ് ഇവിടെ ഡെക്കറേറ്റീവ് ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്കൾപ്ചേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഗാർഗോളിക്സ് ഒക്കെ കോമൺ ആയിട്ട് ഫ്രഞ്ച് ഗോതിക്കിൽ കാണാൻ പറ്റും. നമ്മുടെ ഇംഗ്ലീഷ് ഗോതിക്കിൽ വരുമ്പോൾ ഫിഗറേറ്റീവ് ഓർണമെൻറ്റ്സ് ആർ നോട്ട് വെരി കോമൺ. എന്തെങ്കിലും ഗാർഗോളിക്സ്, സ്കൾപ്ചേഴ്സ് പോലുള്ള ഓർണമെൻറ്റേഷൻസ് അല്ല, വേറെ കൾച്ചറൽ മോട്ടീവ്സ് ഒക്കെ കൊണ്ടിട്ടുള്ള ഓർണമെൻറ്റേഷൻസ് ആയിരിക്കും ഇവിടെ. ഇനി രണ്ടിൻ്റെയും എക്സാമ്പിൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രഞ്ച് ഗോതിക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള നോട്രേഡാം കത്തീഡ്രൽ ഇൻ പാരീസ് ആണ് എക്സാമ്പിൾ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗോതിക്കിൻ്റെ കേസിൽ എക്സാമ്പിൾ വരുന്നത് വെസ്റ്റ്മിനിസ്റ്റർ അബയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗോതിക് ആർക്കിടെക്ചറിൻ്റെ 2 എക്സാമ്പിളാണ്. അതായത് നോട്രേഡാം കത്തീഡ്രൽ പാരീസും പഠിക്കണം, വെസ്റ്റ്മിനിസ്റ്റർ അബയും പഠിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി നോട്രേഡാം കത്തീഡ്രൽ പാരീസ് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗോതിക്കിൻ്റെ വെസ്റ്റ്മിനിസ്റ്റർ അബയാണ് പഠിക്കാനുള്ളത്.
അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ഓഫ് ഗോതിക് ആർക്കിടെക്ചറിൻ്റെ അതർ ആർക്കിടെക്ചർ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇംഗ്ലീഷ് ഗോതിക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്ന് ഓഗി ആർച്ച്, ഓഗി കർവ് അല്ലെങ്കിൽ ഓഗി ആർച്ച്. ഓഗി ആർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിക് ആർക്കിടെക്ചറിലൊക്കെ കണ്ടുവരുന്നൊരു കർവാണ്. ലൈക്ക് പോയിൻറ്റഡ് ആയിട്ട് നിൽക്കും, ഡെക്കറേറ്റീവ് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ആർച്ചസിനൊക്കെ യൂസ് ചെയ്യുന്ന കർവാണ്. ഡബിൾ കർവായിട്ടും ഡബിൾ ആർച്ചസ് ആയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. കോംപ്ലെക്സ് കർവാണ്. which gave it's a simplest geometric shape of early English period പോപ്പുലർ ഡ്യൂറിങ് ദ 14th സെഞ്ചുറി. അപ്പോൾ 14th സെഞ്ചുറി തൊട്ടേ കാണപ്പെടുന്ന ഒരു കർവാണ്. ജോമെട്രിക് ഷേപ്സും സർക്കുലർ ഷേപ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു കർവാണ് ഓഗി കർവ് എന്ന് പറഞ്ഞാൽ. ആർച്ചസിലൊക്കെ യൂഷ്വലി കാണപ്പെടുന്ന ഒരു കർവാണ്. അതുപോലെ തന്നെ വോൾട്ട് കാണാറുണ്ട്. വോൾട്ട് എന്ന് പറയുന്നത് ലൈറ്റർ ആയിരിക്കും, ഷോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ റിബ്സ് ഒക്കെ കൊണ്ട് ഡെക്കറേറ്റീവായിട്ട് സ്ട്രക്ചറലായിട്ടും എസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും വോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ റൂമിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ റിബ്സ് ഒക്കെ കൊണ്ട് ഒരു ഡെക്കറേറ്റീവ് ഓർണമെൻ്റൽ എലമെൻറ്റ്സ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം അതൊരു സപ്പോർട്ടീവ് എലമെൻ്റ് ആയിട്ടും റിബ്സ് അല്ലെങ്കിൽ വോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മറ്റേ കേസിൽ ഫ്രഞ്ചിൻ്റെ കേസിൽ ഗാർഗിയോളിക്സ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനത്തെയുള്ള ഫിഗേഴ്സ് ഒക്കെ മോട്ടീവ്സ് ഒക്കെ കാണുന്നത് കുറവാണ്. ഇവിടെ എന്താണ് കാണുന്നത്? ലീവ്സും ഫ്ലവേഴ്സും ബോൾ ഫ്ലവേഴ്സ് ഒക്കെയാണ് ക്യാപിറ്റൽസിലൊക്കെ കാണാറുള്ളത്. അതായത് ഫോളിയേജസ് പാറ്റേൺ, റോസ്, വൈൻസ്, ഓക്ക് ട്രീയുടെ ഒക്കെ പാറ്റേൺ, ഫ്ലവറിൻ്റെ പാറ്റേൺസ് ഒക്കെയാണ് ഇവിടെ കൂടുതലും ഡെക്കറേഷൻസിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ആർക്കിടെക്ചർ ക്യാരക്ടർ ഓഫ് ഇംഗ്ലീഷ് ഗോതിക്. അപ്പോൾ ഇനി അതിൻ്റെ എക്സാമ്പിൾ പഠിക്കാനുള്ളതാണ് വെസ്റ്റ് മിനിസ്റ്റർ അബേ എന്ന് പറയുന്ന ചർച്ച്. അപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ നോട്ട്സ് നമ്മുടെ PPTയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഈ അടുത്ത സെക്കൻഡ് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ട കാര്യമാണ് വെസ്റ്റ് മിനിസ്റ്റർ അബേ എന്ന് പറയുന്ന ചർച്ച്. നിങ്ങൾ ഇന്ന് നോട്ട്സിൻ്റെ കൂടെ പറ്റുമെങ്കിൽ എഴുതി കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 22nd ആകുമ്പോഴത്തേനും 22nd ഓഫ് ദിസ് മന്ത് ആണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് മിനിസ്റ്റർ അബേ എന്ന് പറയുന്ന ചർച്ചാണ്. അത് പ്രത്യേകിച്ച് എവിടെയും പോയി നോക്കിയൊന്നും എഴുതണ്ട, നമ്മുടെ ഈ PPTയിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് സെക്ഷൻ, അത് റിനൈസൻസ് ആർക്കിടെക്ചർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെൻറ്റും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്മിറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, നോട്ട്ബുക്കിൽ തന്നെ എഴുതിയാൽ മതിയാവും അസൈൻമെൻറ്റ്.